ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഖുർആനിലെ 54-ാം അധ്യായമായ സൂറ അൽ ഖമർ. മക്കയിലാണ് ഈ ഒരു സൂറത്ത് അവതരിച്ചിരിക്കുന്നത്. 27-ാമത്തെ ജുസിയിലാണ് ഈ ഒരു സൂറ അടങ്ങിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്തിലൂടെ നാം മനുഷ്യർ ഓരോരുത്തരോടും 4 തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ഒരു ആയത്തിനെ തദബ്ബുർ ചെയ്ത് സംസാരിക്കുവാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ, ഞാൻ എൻ്റെ ആയത്തിലേക്ക് കടക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് യസ്സർനൽ ഖുർആന ലിസ്സിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ആലോചിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ഖുർആനിനെ ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു. എങ്കിൽ ആലോചിക്കുന്നവനായ ആരുണ്ട് എന്നാണ് അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതിലെ ആദ്യ ഭാഗമായ വലഖദ് യസ്സർനൽ ഖുർആന ലിസ്സിക്രി എന്ന ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല 4 തവണയാണ് ഈ ഒരു ഖുർആനിലൂടെ ആവർത്തിച്ചു മനുഷ്യരോട് ചോദിക്കുന്നത്. എങ്കിൽ ഫഅൽ മിൻ മുദ്ദക്കിർ എന്ന ഭാഗം വളരെ ഭയത്തോടു കൂടി നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിച്ചുകൊണ്ട് നമ്മൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട ഈ ഒരു ആയത്ത്, അത് 6 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഖുർആനിലെ ഈ ഒരു സൂറത്തിലൂടെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരോടും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ആലോചിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആനിനെ ഞാൻ എളുപ്പമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചു മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കുന്ന വിധത്തിൽ ആ ഖുർആൻ ലളിതമാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ പറഞ്ഞപ്പോൾ അതിനെ ചെറിയതായ രീതിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഖുർആൻ വളരെ എളുപ്പമാണ് എന്നും അതിനെ മനസ്സിലാക്കുവാൻ അത്ര വലിയ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല എന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളും വചനങ്ങളും അതേപോലെ തന്നെ കർമ്മശാസ്ത്രങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ഖുർആനിലുള്ള നിയമങ്ങളെയും വിധികളെയും പാടെ മാറ്റിമറിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടത് മാത്രം ഖുർആനിൽ നിന്ന് എടുത്തുകൊണ്ട് അതിനെ വളച്ചു തിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ഒരു സമൂഹത്തിൽ. അവർ പൂർണ്ണമായും വഴികേടിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇവിടെ എളുപ്പമാക്കി എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനോട് അനുബന്ധിച്ച് മറ്റൊരു ആയത്തുകളും ഖുർആനിൽ ഫസനുയസ്സിർഹു ലിൽ യുസ്ര, തീർച്ചയായും എളുപ്പമായതിനെ ഞാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരുന്നതാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നല്ലതിനു വേണ്ടി ചിലവഴിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും നല്ലതിനെ മാത്രം സത്യപ്പെടുത്തുകയും ചെയ്താൽ അവനിക്ക് ഞാൻ ആ വഴി, സത്യത്തിൻ്റെ വഴി അവനിക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഇന്നമാ യസ്സർനാഹു ബിസ്സിക്രി ലഅല്ലഹും യതഫക്കറും, അതായത് നിങ്ങൾക്ക് അനുയോജ്യമായ ഭാഷയിൽ നിങ്ങളെ ഖുർആനെ ഞാൻ എളുപ്പമാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഖുർആനെ എളുപ്പമാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട അറിവുകൾ, അതായത് ഒരു മനുഷ്യനിക്ക് ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അറിവ് ഏത് രീതിയിലാണ് അവൻ ഉപയോഗപ്പെടുന്നത്. ഒരു പഠിതാവ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും ഈ ലൗദ ഖുർആൻ മാസ്റ്റേഴ്സിലേക്ക് എത്തിയത് ഖുർആനുമായിട്ടൊരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാം. ഖുർആനെ നമ്മൾ കൂടുതൽ അടുത്തറിയുകയും ഖുർആനിലെ വചനങ്ങൾ വായിക്കുകയും അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കുകയും അതിൻ്റെ ആശയതലങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അതോടൊപ്പം ഇതിനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ആ വഴി അല്ലാഹു എളുപ്പമാക്കി തരും. ഒരു പഠിതാവ് എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്ത് കൂടിയാണ് ഈ ഒരു ആയത്ത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇതിൻ്റെ അർത്ഥസ്ഥലത്തിൽ ഇതിൻ്റെ 2ാമത്തെ ഭാഗം എളുപ്പമാക്കി എന്നത് പറയുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ സന്ദർഭത്തിലേക്ക് സഞ്ചരിച്ച് ഇതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ വിശാലമായ ഒരു ലോകത്തിലേക്കാണ് ഈ ഒരു ആയത്ത് നമ്മളെ കൊണ്ടുപോകുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ, അതായത് സത്യനിഷേധികൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത അവസ്ഥ വന്നപ്പോൾ അവർ പ്രവാചകൻ ആണ് ഇത് എന്ന് വിശ്വസിക്കണമെങ്കിൽ ഏറ്റവും വ്യക്തമായ ഒരു ദൃഷ്ടാന്തം ഞങ്ങൾക്ക് മുന്നിൽ നീ റസൂല് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കുകയും അത് കണ്ട സമയത്ത് ആ സത്യനിഷേധികൾ അത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും അവർ അതിനെ ഒന്നും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് പ്രകാരം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സത്യനിഷേധികൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ റസൂലിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ചന്ദ്രൻ പിളരുന്ന സമയത്ത്. അപ്പോൾ ആ ചന്ദ്രൻ്റെ ഒരു കഷ്ണം മലയുടെ മുകളിലും മറ്റൊരു കഷ്ണം അതിൻ്റെ താഴെയുമാണ് ചിതറിയത് എന്ന്. ഇത്രയും വലിയ ദൃഷ്ടാന്തം കാണിച്ചു
കൊടുത്തിട്ടും അവർ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല, ഇത് ജാലവിദ്യയാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഇത് എളുപ്പമാക്കിയത് എന്നതിൽ പറയുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് അവനക്ക് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അതേപോലെ തന്നെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും ഉത്ബോധനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എളുപ്പമായ ഖുർആനിലെ വാക്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അതേപോലെ നമ്മളോട് ശിക്ഷ നൽകിക്കൊണ്ടും ഓരോ ജനതയും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ചു കൊണ്ടാണ് ഇവിടെ നമുക്ക് മുന്നിൽ അവർ പാഠം പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു ശിക്ഷയിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ഇങ്ങനെയല്ല ഞങ്ങൾ ജീവിക്കേണ്ടിയിരുന്നത്, നമ്മൾ ജീവിതത്തെ നമ്മൾ മാറ്റിമറിക്കേണ്ടതുണ്ട് എന്ന ആ ഒരു ശിക്ഷയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഈ ഖുർആനിനെ എളുപ്പമാക്കിയ ഖുർആനിൻ്റെ ആശയങ്ങളും അതിന് മനുഷ്യരോട് പറയുന്ന ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും താക്കീതുകളും അതേപോലെ തന്നെ വാഗ്ദാനങ്ങളും ബുദ്ധിപരമായ ഉണർത്തുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിങ്ങളെ നെഞ്ചോട് ചേർക്കുന്നതല്ലേ കൂടുതൽ എളുപ്പമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ നമ്മളോടും ചോദിക്കുകയാണ്. അപ്പം നമ്മൾ മനുഷ്യർ ഓരോരുത്തരും അള്ളാഹു ഫഅൽമിൻ മുസക്കർ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ട് എന്ന് നമ്മൾ നെഞ്ചോട് കൈവച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഖുർആനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ അതിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ആയത്തിന് അള്ളാഹുവിന് മറുപടി കൊടുക്കുവാൻ എന്നെയും സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹിദ് ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.